സുമതി ടീച്ചറാണ് നമ്മളെ രാവിലെ ഈ വിവരം അറിയിക്കുന്നത്. അവർ രാവിലെ വിളിച്ചപ്പോൾ തന്നെ വലിയ ഭയപ്പാടിലായിരുന്നു. എന്തായാലും അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ ഒരു പ്രദേശത്ത്, അതായത് തീക്കോയി പഞ്ചായത്തിന്റെ 4-ാം വാർഡാണ്, അതിന്റെ ടീച്ചറിന്റെ വീടിരിക്കുന്നതിന്റെ സമീപത്ത് തന്നെ ഏകദേശം 5ഓളം ഉരുൾപൊട്ടിയതെന്നാണ്. നമുക്ക് ആ സമയത്ത് അത് ഉരുൾപൊട്ടലെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക്, അവിടെയുള്ളവർക്കൊക്കെ അറിയാം, വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത് അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ചെറിയ ഉരുളുകളാണ് പൊട്ടിയതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായി പല സ്ഥലങ്ങളിലും തീക്കോയി ഭാഗത്ത് ഉരുൾപൊട്ടി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തീക്കോയി പൂഞ്ഞാറ് മേഖലകളിൽ നടന്ന ഉരുൾപൊട്ടലും പാലാ നഗരത്തെ വെള്ളത്തിൽ മുക്കിയ മലവെള്ളപ്പാച്ചിലുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമാണിത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലാണ്. ഈ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഏറ്റവും അവസാനം ഈ പാലാ പൂഞ്ഞാറ് മേഖലകളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമ്പോൾ ഒഴുകിയെത്തുന്നത്. പിന്നീട് ഞങ്ങൾക്ക് വെള്ളത്തിൽ നീന്തി കളിക്കേണ്ട സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയം കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ബാധിക്കുന്നതാണ്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൂഞ്ഞാറ് തീക്കോയി മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനധികൃത പാറമടകളും അതേപോലെ തന്നെ മണ്ണെടുപ്പ് കേന്ദ്രങ്ങളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ധാരാളം അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന തീക്കോയി പഞ്ചായത്തിൽ തന്നെ ഏകദേശം 15ലധികം പാറമട യൂണിറ്റുകളും ക്രഷർ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവയിൽ പലതിനെതിരെയും ഇതിനു മുൻപും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. തീക്കോയി പഞ്ചായത്ത് അനധികൃത മണ്ണെടുപ്പും പാറ ഖനനവും സംബന്ധിച്ച് വിവിധ സമയങ്ങളിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി എല്ലാ കേന്ദ്രങ്ങളും അനധികൃതമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പലതും ഈ നിശ്ചിത അളവിൽ കൂടുതൽ മണ്ണെടുക്കുന്നതും പാറ പൊട്ടിച്ചെടുക്കുന്നതുമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപും നേരിട്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിലാവ്, ഈറ്റിക്കൽ എന്നീ സ്ഥലങ്ങളിൽ ഖനനാനുമതിയേക്കാൾ കൂടുതൽ പാറകളും ഈ പറയുന്ന മണ്ണും ഖനനം ചെയ്തു എന്ന വാർത്തകൾ ഇതിനു മുൻപും വന്നിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാലും ഇന്നലെ നടന്ന ഈ ഒരു ദുരന്തത്തിന്റെ വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. സുമതി ടീച്ചറാണ് നമ്മളെ രാവിലെ ഈ വിവരം അറിയിക്കുന്നത്. അവർ രാവിലെ വിളിച്ചപ്പോൾ തന്നെ വലിയ ഭയപ്പാടിലായിരുന്നു. എന്തായാലും അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ ഒരു പ്രദേശത്ത്, അതായത് തീക്കോയി പഞ്ചായത്തിന്റെ 4-ാം വാർഡാണ്, അതിന്റെ ടീച്ചറിന്റെ വീടിരിക്കുന്നതിന്റെ സമീപത്ത് തന്നെ ഏകദേശം 5ഓളം ഉരുൾപൊട്ടിയതെന്നാണ്. നമുക്ക് ആ സമയത്ത് അത് ഉരുൾപൊട്ടലെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക്, അവിടെയുള്ളവർക്കൊക്കെ അറിയാം, വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത് അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ചെറിയ ഉരുളുകളാണ് പൊട്ടിയതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായി പല സ്ഥലങ്ങളിലും തീക്കോയി ഭാഗത്ത് ഉരുൾപൊട്ടി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ടീച്ചറിനെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ നമുക്കും ഇടപെട്ട് ചെയ്യാൻ സാധിക്കും. അതോടെ ടീച്ചർ മാത്രമല്ല, ആ സമീപത്ത് കുറെ വീടുകളുണ്ട്. പല വീടുകളിലും മണ്ണ് വീണിട്ടുണ്ട്, മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടെന്നുള്ള വിവരമുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ, വഴിയിൽ നിർത്തിയിട്ട വാഹനങ്ങൾ ഒഴുകിപ്പോയതായിട്ടുള്ള വിവരമുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടേക്ക് എത്തിയാൽ മാത്രമേ ഫയർഫോഴ്സിനും പോലീസിനും അല്ലെങ്കിൽ മറ്റ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും അവിടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് വലിയ രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോലും നമുക്ക് വരെ പാലാ വരെ എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഈ മൂന്നാനി ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി റോഡിലേക്ക്, അതായത് പ്രധാന റോഡിലേക്ക് പോലും യാത്ര ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഷോൺ പറഞ്ഞതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, ഒരു ഇപ്പം പാലായിലേക്കാണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കോട്ടയം നഗരത്തിന്റെ ഭാഗത്തേക്കും വെള്ളം വരുന്ന ഒരു 3-4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മീനച്ചിലാറിന്റെ 2 വശങ്ങളിൽ, ഇരു കരകളിലുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. വരുന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതിന്റെ ബാക്കിയുള്ള കെടുതി അനുഭവിക്കേണ്ടത് ഞാനുൾപ്പെടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ജീവിക്കുന്ന ആളുകളാണ്. കാരണം ഞങ്ങളുടെ ഇവിടെ വരുന്ന വെള്ളം പിന്നീട് കായലെടുക്കാതെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവും. പിന്നീട് കായൽ ഈ വെള്ളം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഇവിടെ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ദുരന്തം ഒഴിവാകുകയുള്ളൂ. ഈ 2018 കാലഘട്ടത്തിന് ശേഷം ഈ കഴിഞ്ഞ വർഷം നടന്ന പ്രളയം, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഇവിടെ 6 തവണയാണ് വെള്ളം കയറിയത്. ഇതിന്റെ എല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ തീക്കോയി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പാരിസ്ഥിതിക പഠനങ്ങളോ മറ്റു കാര്യങ്ങളോ നടത്താണ്ട് ഇന്ന് വരെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ പറയുന്ന മേഖലകളെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ടായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ മാറുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഇനിയെങ്കിലും വിശദമായിട്ടുള്ള പഠനം നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ ഒരു പക്ഷേ ഇതിലും വലിയ ദുരന്തങ്ങൾ തന്നെയായിരിക്കും ഈ മേഖലകളെ കാത്തിരിക്കുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നെ പോലെയുള്ള കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ താമസിക്കുന്ന ആളുകളും ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. കാരണം
ഈ പറയുന്ന തീക്കോയി, അതേപോലെ പൂഞ്ഞാറ്, പാല തുടങ്ങിയിടത്ത് വരുന്ന മലവെള്ളപ്പാച്ചിൽ അത് കൃത്യമായിട്ട് മീനച്ചിലാറ് വഴി ഒഴുകിയെത്തുന്നത് ഞങ്ങളുടെ ഈ മേഖലകളിലേക്കാണ്. അങ്ങനെ ഈ വെള്ളം ഒഴുകിയെത്തുമ്പോഴത്തേക്ക് വേമ്പനാട് കായലാണ് ഈ പറയുന്ന വെള്ളം സ്വീകരിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും അതിന് വൈകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ മേഖലകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും വെള്ളം കയറി നശിക്കുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകും. 2018 പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 2 മാസക്കാലമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ വെള്ളത്തിൽ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ തവണ വെള്ളം പൊങ്ങിയപ്പോൾ 6 തവണയാണ് ഞങ്ങളുടെ ഈ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. എന്തായാലും ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ള നടപടി ഇനിയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും. എന്തായാലും ഇത്തവണത്തെ ഓണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിലായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു. ബോഡി കിട്ടി. ഇപ്പോൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സംസാരിക്കുന്നു. ഒരിക്കലും കാണാത്ത രീതിയിലുള്ളൊരു വലിയ മഴയാണ് നമുക്ക് ഇന്നലെ രാത്രി ഉണ്ടായത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇരാറ്റുപേട്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പൂഞ്ഞാറ് പയ്യാന്തോട്ട് തെക്കേക്കര പഞ്ചായത്ത് അവിടെ 2 പേരാണ് വീടിന്റെ മുകളിലേക്ക് പൂർണ്ണമായിട്ടും മണ്ണ് വന്ന് വീഴുകയായിരുന്നു. 2 പേരാണ് ഇവിടെ ഈ മണ്ണിനടിയിൽ പെട്ടത്. അമ്മയും മോനുമാണ്. ജൂബി, ആ വീട്ടുപേരെന്താ? മണപ്പാട്ട്. 2 പേരാണ് ഉള്ളത്. അമ്മയും മോനുമാണ്. മണപ്പാട്ട് ടോണിയുടെ ഭാര്യയും മോനുമാണ് സംഭവിച്ചിട്ടുള്ളത്. മോന്റെ ശരീരം കിട്ടി. അമ്മയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. സോ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളിവിടെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിനകത്ത് യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക ആഘാത പഠനങ്ങളും ഇതേവരെ നടത്താൻ തയ്യാറാകാത്ത സർക്കാരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ പല പാറമടകൾക്കെതിരെയും മണ്ണെടുപ്പ് കേന്ദ്രങ്ങൾക്കെതിരെയും ഇതിനു മുൻപ് ധാരാളം അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അനുവാദം ഉള്ളതിൽ കൂടുതൽ പാറ പൊട്ടിയെടുക്കുന്നു, അനുവാദം ഉള്ളതിൽ കൂടുതൽ മണ്ണ് ഖനനം ചെയ്തെടുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. പക്ഷെ ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു വിഷയത്തിൽ പുലർത്തുന്ന നിസ്സംഗഭാവം അത് തന്നെയാണ് ഈ പറയുന്ന ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുന്നത്. കഴിഞ്ഞ തവണ കുട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടൽ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു പ്രദേശം ഒന്നടങ്കമാണ് ഇല്ലാതായിപ്പോയത്. അതേപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ഈ കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. ഏതായാലും പാലാ നഗരത്തിലെ വെള്ളപ്പൊക്കം നമുക്കൊന്ന് കണ്ടു നോക്കാം. രഞ്ജിനി, മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. ഞാൻ നിൽക്കുന്നത് പാലാ നഗരത്തിലാണ്. ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ ഒരു തീവ്രത പറയും. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് ഇവിടെ താമസിക്കുന്നവരും ആ ഒരു ഭയത്തിൽ തന്നെയാണ്. കാരണം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ തന്നെ സമയം വലിയ മഴയാണ് കോട്ടയത്ത് നമ്മൾ കണ്ടത്. പയ്യാനിക്കരയും നമ്മളിപ്പോൾ കണ്ടതാണ്. ബിനോയ് അവിടുത്തെ അവസ്ഥ പറഞ്ഞതാണ്. സ്വാഭാവികമായി തന്നെ മലയോര മേഖല കോട്ടയത്തിൻ്റെ പ്രത്യേകിച്ച് വലിയ മഴക്കെടുതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആളുകൾ നടന്നു പോകുന്നു. ഒരുപക്ഷെ ഈ റോഡ് ഇരാറ്റുപേട്ടയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിലേക്കൊന്നും പോകാൻ കഴിയില്ല. വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ എഞ്ചിനടക്കം വെള്ളം കയറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ആശങ്കയുടെ ഒരു നിമിഷമുണ്ടെന്ന് പറയാം. കാരണം ആളുകളൊക്കെ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് സമാനമായി അറിയാം, ഇങ്ങനെ മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ പെട്ടെന്നാണ് വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത്. ചേട്ടാ, ഇന്നലെ രാത്രിയും രാവിലെയൊക്കെ നല്ല മഴയായിരുന്നോ? രാത്രി നല്ല മഴയായിരുന്നു. രാവിലെ അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് മഴയില്ലായിരുന്നു. പക്ഷെ രാത്രി നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ മേഖലകളിൽ നല്ല മഴയായിരുന്നു. ഇന്നലെ വൈകിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അത്രത്തോളം കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തുടർച്ചയായിട്ട് കറണ്ട് കട്ടും കാര്യങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനിയെങ്കിലും ഒരു പരിഹാരം അടിയന്തരമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മേഖലകൾ ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അതാണ് യാഥാർത്ഥ്യം. ഇനിയെങ്കിലും നമ്മുടെ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താണ്ട് മറക്കരുത്. ശരി എന്നാ, ബൈ.